ഹായ് ഹലോ ഓൾ വെൽക്കം ടു എഡ്യൂസാറ്റ് ലേണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് SLCയിലുള്ള 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് 9ാം ക്ലാസ്സിലെ സബ്ജക്റ്റ് ആയിരുന്നു. എന്നാൽ 2025 സിലബസ് മാറിയ കാര്യം കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അങ്ങനെ സിലബസ് മാറിയ സമയത്ത് ആ 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഭാഗം നമുക്ക് എങ്ങോട്ടേക്ക് വന്നതാണ്, 10ലേക്ക് അവർ പുതുതായിട്ട് ചാപ്റ്റർ ആയിട്ട് കൊണ്ടുവന്ന. അപ്പോൾ അങ്ങനെ പുതുതായിട്ട് അവർ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ഫിസിക്സിന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് ഒരു A+ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എപ്പോഴും ആ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടാവുക. കാരണം നമുക്ക് A+ ആണ് സ്കോർ ചെയ്യേണ്ടത്. നമുക്ക് ഫിസിക്സിന് എന്തായാലും ഈ വർഷം A+ സ്കോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്ത് ചെയ്യുക, നിങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ക്ലാസ്സുകളെല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു ഞങ്ങളെ കൂടെ ഉണ്ടാവണം. അങ്ങനെയാണ് ഞാൻ ചാപ്റ്റർ തുടങ്ങുകയാണ്. നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, സൗണ്ട് വേവ്സ്. ഇങ്ങനെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്ന സമയത്ത് ഇതുപോലെയാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് ഉണ്ടാവുക അല്ലെ. അവിടെ ഒരു 2-3 കുട്ടികളുണ്ട്, അതുപോലെ ടീച്ചറുണ്ട്. അവരുടെ ഇടയിൽ എന്തൊക്കെയോ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ പാഠം കുറച്ച് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വരാം. എന്തായാലും ഊഞ്ഞാലാടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു തർക്കമാണ് ആ കുട്ടികളും ടീച്ചറും തമ്മിലുള്ളത് അല്ലേ. നമുക്കത് ഡിസ്കസ് ചെയ്യണം. അവിടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു തരണം. ഇപ്പോൾ വേണ്ട, നമുക്ക് കോൺസെപ്റ്റ് എടുത്തിട്ട് മതി. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാം. അവിടുന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നു ഊഞ്ഞാലാട്ടം. ക്ലിയർ അല്ലേ. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഊഞ്ഞാലാടാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്ത്, ഊഞ്ഞാലാടുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. നോക്കടാ, ഇവിടെ ഞാനൊരു 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ കൊടുത്താണെന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഒന്നാമത്തെ ഫിഗറിൽ എന്ത് ചെയ്യുന്നു, ഒരാൾ ഊഞ്ഞാൽ അവിടെ ആട്ടുന്നുണ്ട്. മറ്റേപോലെ രണ്ടാമത്തെ ഫിഗറിൽ ആ കുട്ടി ഒറ്റയ്ക്കാടുന്നു. എങ്ങനെയാണെങ്കിലും നമുക്ക് ഊഞ്ഞാൽ എന്ന് പറയുന്ന അവിടെ വെച്ച് തന്നെ നമ്മളുടെ ഈ ചാപ്റ്റർ തുടങ്ങാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഭാഗമല്ലേ. സോ അവിടെ നിന്ന് തന്നെ പഠിക്കാം. നോക്കടാ, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫിഗറും കൂടി ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫിഗർ 1.1a. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സ്ലൈഡുകളിലും നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. അതിൻ്റെ കാരണം കുട്ടികൾക്ക് ക്ലാസ് കാണുന്നതോടൊപ്പം ടെക്സ്റ്റ് ബുക്കുമായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകൾ കാണുമ്പോൾ, എൻ്റെ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കും കൂടി എന്ത് ചെയ്യുക, തുറന്നു വെക്കുക. അങ്ങനെയാണ് നമുക്ക് ടെസ്റ്റും ക്ലാസ്സും ഒരുമിച്ച് ഒരേ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഫിഗർ 1.1a എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ ഞാൻ എന്താ കാണിച്ചിരിക്കുന്നത്, ഇവിടെ നമുക്കൊരു ഊഞ്ഞാലുണ്ട് അല്ലടാ. ആ ഊഞ്ഞാല് ഇവിടെ ആരും ഇരിക്കുന്നില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പോൾ ഇതിനകത്ത് കയറി ഇരിക്കാൻ പോവാന്നങ്ങ് വിചാരിക്കാം. ക്ലിയർ അല്ലേ. ആദ്യം നിങ്ങൾ നോക്കടാ, നമ്മൾ ഊഞ്ഞാൽ ആരും ആടാതെ ഒരു ഫോഴ്സും ആ ഊഞ്ഞാലിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അപ്പോഴും ഊഞ്ഞാൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുക? അല്ല, അത് ആടാതെ ഒരു കറക്റ്റ് ഒരു സെൻറ്റർ പോയിന്റിലായിട്ട് ആ ഊഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ആണോ? ആണ്. ആ തൂങ്ങിക്കിടക്കുന്ന പോയിന്റാണ് ഇവിടെ എന്തായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്, O ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അങ്ങനെ ഈ ഓയിൽ ഇരിക്കുന്ന ആടാതിരിക്കുന്ന ഊഞ്ഞാലിലേക്ക് നമ്മൾ ഓരോരുത്തരും കയറിയിരിക്കാൻ പോവാ. നമ്മളൊന്ന് ഊഞ്ഞാൽ ആടിയിട്ട് നിന്ന് ക്ലാസ് പഠിക്കാം അല്ലെ. അങ്ങനെ നമ്മൾ കയറിയിരുന്നു. അങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണോ ചെയ്യുക, താനെ കാറ്റടിച്ച് നമ്മളിങ്ങനെ ഊഞ്ഞാലാടുകയാണോ ചെയ്യുക? അല്ല, നമ്മൾ കാലുകൊണ്ട് ബാക്കോട്ട് പുഷ് ചെയ്ത് അങ്ങനെ നമ്മൾ എവിടെ എത്തിയടാ, A എന്ന് പറയുന്ന പൊസിഷനിലെത്തി. കിട്ടിയോ? അവിടെ നമ്മൾ ഒറ്റയടിക്ക് കാലങ്ങ് എടുക്കും. എന്താ സംഭവിക്കുക, അവിടെ നിന്ന് Aയിൽ നിന്ന് നേരെ സെൻറ്ററിലേക്ക് വരും. അവിടെ നിൽക്കുകയാണോ ചെയ്യുക? അല്ല, 0യിൽ വരും. ആണോ? ഓയിൽ നിൽക്കുകയാണോ ചെയ്യുക? അല്ല, അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് അത് മൂവ് ചെയ്യും, Bയിലോട്ട് മൂവ് ചെയ്യും. ക്ലിയർ അല്ലേ. ആ Bയിൽ ഇങ്ങനെ എയറിൽ നമ്മളിങ്ങനെ നിൽക്കുമോ? ഇല്ല. അവിടെ നിന്ന് വന്നതിനേക്കാൾ വേഗത്തിൽ അല്ലെങ്കിൽ അതേ സ്പീഡിൽ നമ്മൾ എങ്ങോട്ടേക്ക് തരും, തിരിച്ച് സെൻറ്ററിലോട്ട് വരും. അവിടുന്ന് നേരെ സെൻറ്ററിൽ നിന്ന് നേരെ എങ്ങോട്ടേക്കാണിടാ, Aയിലോട്ട് എത്തും. ക്ലിയർ അല്ലേ. വീണ്ടും Aയിൽ നിന്ന് Bയിലോട്ട്, Bയിൽ നിന്ന് Aയിലോട്ട്, Aയിൽ നിന്ന് Bയിലോട്ട്, ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട്, റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട്, ഇങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും നമ്മൾ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത് എന്തിനാ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നായിരിക്കും ഒരുപാട് പേര് ഡൗട്ട് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണടാ കാരണം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഓസിലേഷൻ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുക. ആ ഓസിലേഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത്. നോക്കിയേ, ഇവിടെ എന്താ സംഭവിക്കുന്നടാ, Aയിൽ നിന്ന് Bയിലോട്ട്
ആണോ? അല്ലേ? എടാ നോക്കടാ, എയിൽ നിന്ന് ബിയിലോട്ട്, അല്ലേ? എയിൽ നിന്ന് ബിയിലോട്ടാണ് ഊഞ്ഞാല് മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെ എയിൽ നിന്ന് ബിയിലോട്ട് ഊഞ്ഞാല് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ നിൽക്കുകയാണോ ചെയ്യുക? അല്ല, തിരിച്ച് ബിയിൽ നിന്ന് എങ്ങോട്ട് വരും? എയിലോട്ട് അത് വരുന്നുണ്ട്. ഇങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും സ്ഥിരമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൂവ്മെന്റിന് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പേര് പറയും. അതാണ് എന്ത്? ഓസിലേഷൻ. ക്ലിയർ ആണോ? ഇനി ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മലയാളമാണ് എന്ത്? ദോലനം. വായിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ഊഞ്ഞാലിന്റെ മൂവ്മെന്റ് ആണ് സാറേ ഓസിലേഷൻ. പെൻഡുലത്തിന്റെ മൂവ്മെന്റ് ആണ് സാറേ ഓസിലേഷൻ. അപ്പൊ എന്താ മക്കളെ ഓസിലേഷൻ? അതിനൊരു ഡെഫിനിഷൻ വേണ്ടേ? ദാ പിടിച്ചോ ഡെഫിനിഷൻ. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു ഡൗട്ട് വരും, എന്താ സാറേ പീരിയോഡിക് മോഷൻ, അല്ലെ? അപ്പൊ അതും പറഞ്ഞുതരാം, നോക്കിക്കോ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ സമയത്ത്, പീരീഡ് നിങ്ങൾ കേൾക്കാത്ത ആളല്ലല്ലോ, സ്കൂളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കല്ലേ പീരീഡ്. എന്താ? ഒരു പ്രത്യേക സമയത്ത് തുടങ്ങി ഒരു പ്രത്യേക സമയത്തിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് അതിന് എന്ത് വിളിച്ചത്? പീരീഡ്. അപ്പൊ പീരിയോഡിക് മോഷനും അതുപോലെ തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഉണ്ടാവൂ. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം, അവസാനിക്കുന്നത് വരെ ഒരു പെർട്ടിക്കുലർ ടൈം. മനസ്സിലായോ പീരിയോഡിക് മോഷൻ? അപ്പൊ നോക്കടാ, എന്താ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ, അല്ലെ, ഇൻ വിച്ച് ആൻ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ. ഇതാ അടുത്ത വാക്ക്, ടു ആൻഡ് ഫ്രോ. എന്താ ടു ആൻഡ് ഫ്രോ? ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട്. ഇതാ കണ്ടോ, ഇവിടെ എയിൽ നിന്ന് ബിയിലോട്ട്, ബിയിൽ നിന്ന് എയിലോട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടു ആൻഡ് ഫ്രോ എന്ന വാക്ക് ഉപയോഗിക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ടു ആൻഡ് ഫ്രോ എന്ന വാക്ക് ഉപയോഗിക്കാം. ഒന്നുകൂടെ, ഇതാ എ എന്ന് പറയുന്ന പൊസിഷൻ അവിടെ നിന്ന് സീറോയിലോട്ട് വരുന്നു. സീറോ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, അതിനാ വീണ്ടും പറയുന്നത്. അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് വരും? ബി എന്ന് പറയുന്ന പൊസിഷനിലോട്ട് വരും. ബിയിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് വരും? സീറോ വഴി നേരെ എയിലോട്ട് വരും. ക്ലിയർ അല്ലേ? ഈ മോഷനെയാണ് നമ്മൾ എന്ത് പറയുക? ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുക. ഒന്നുകൂടി ഡെഫിനിഷൻ. Oscillation is a periodic motion in which an object, ഒരു വസ്തു, moves to and fro at a regular interval of time. ഒരു പ്രത്യേക സമയത്തിൽ ഒരു ഒബ്ജക്റ്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും, മുന്നോട്ടും ബാക്കോട്ടേക്കും, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടേക്കുള്ള മൂവ്മെന്റിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഓസിലേഷൻ എന്നും അതിന്റെ മലയാളമാണ് എന്ത്? ദോലനം എന്നുമുള്ളത്. ഒന്ന് മലയാളത്തിൽ കൂടി വായിക്കാം, മലയാളം മീഡിയം കുട്ടികൾ കൂടി വേണ്ടിയിട്ടാണ്. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി. എന്താ തുലനസ്ഥാനം? ഞാൻ പറഞ്ഞു തരാട്ടോ. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ആവർത്തിച്ച് ചലിക്കുക. റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മുന്നോട്ടോ ബാക്കോട്ടോ, അല്ലെങ്കിൽ സൈഡിലോട്ടാണെങ്കിൽ സൈഡിലോട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഓസിലേഷൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് അല്ലെ, ഈ സീറോ എന്ന് പറയുന്ന പൊസിഷൻ എന്താടാ? ഈ സീറോ എന്ന് പറയുന്ന പൊസിഷന്റെ ഇമ്പോർട്ടന്റ്, അവിടെ ഫോഴ്സ് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തായിരിക്കുമ്പോൾ, അല്ലെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ, അല്ലെങ്കിൽ മുന്നോട്ടോ ബാക്കോട്ടോ, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ എയിലോട്ടോ അല്ലെങ്കിൽ ബിയിലോട്ടോ മൂവ് ചെയ്യാതെ ഇരിക്കുന്ന, അനങ്ങാതെ ഇരിക്കുന്ന പൊസിഷൻ അല്ലേ മക്കളെ ആ സീറോ എന്ന് പറയുന്നത്? അപ്പൊ ആ സീറോയ്ക്ക് ഒരു പേരുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ പഠിച്ചോ, സീറോന്റെ പേരാണ് ഇക്വലിബ്രിയം പൊസിഷൻ. കിട്ടിക്കാണും. ഓക്കെ അല്ലേ? അപ്പൊ സീറോ എന്ന് പറയുന്ന പൊസിഷൻ എന്താണ്? ഇക്വലിബ്രിയം പൊസിഷൻ ആണ്. ആ ഇക്വലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നതിന്റെ മലയാള വാക്കാണ് എന്ത്? തുലനസ്ഥാനം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്കടാ, ഇവിടെ നിങ്ങൾക്ക് ഇക്വലിബ്രിയം പൊസിഷൻ കാണാം. നമ്മുടെ ഒന്നാമത്തെ ഫിഗർ ദാ ഈ ഫിഗർ നോക്കടാ, കണ്ടോ? ഈ ഫിഗർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഈ ഫിഗർ നോക്കി, അതിലെന്താ കാണുന്നേ? അതിൽ ആ കുട്ടി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. അവിടെ കണ്ടടാ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ക്ലിയർ അല്ലേ? ആ പോയിന്റ് ഒന്ന് എനിക്ക് പറഞ്ഞുണ്ടോ മക്കൾ? വേഗം പറഞ്ഞ്. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടുത്തെ എന്ത് എന്ന് പറയുന്നതടാ? പോരട്ടെ, നമ്മളുടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ബി ആ. അതായത് ആരും കയറാതെ, ആരും ആടാതിരിക്കുമ്പോൾ ആ ഊഞ്ഞാലിന്റെ കറക്റ്റ് സെന്റർ ഭാഗത്ത് ഇങ്ങനെ നിൽക്കും, അല്ലെ അനങ്ങാതെ നിൽക്കും. ആ പൊസിഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം പൊസിഷൻ. ക്ലിയർ അല്ലേ? അവിടുന്ന് ആ കുട്ടി ആടി നേരെ ഡിയിലോട്ട് വന്നു, മാക്സിമം ദൂരത്തേക്ക് വന്നു. അല്ലടാ, നോക്കി പറയടാ, ഈ ബി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഡിയിലോട്ടല്ലേ കുട്ടി ആടിയ ഏറ്റവും വലിയ ദൂരം എന്ന് പറയുന്നത്? മാക്സിമം ഡിസ്റ്റൻസ് അല്ലേ കുട്ടി ആ ഊഞ്ഞാൽ ആടിപ്പോയിട്ടുള്ള ആ ഊഞ്ഞാലിന്റെ മാക്സിമം ദൂരമല്ലേ ഈ ഡി എന്ന് പറയുന്നത്? അതെ, അവിടുന്ന് ഡി പോയിട്ട് നേരെ തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ വരും? അത് തിരിച്ച് ബിയിലോട്ട് വന്ന് ബിയിൽ നിന്ന് പിന്നെ അവിടെ നിൽക്കുകയാണോ ചെയ്യുക? അല്ല, അത് നേരെ മാക്സിമം ദൂരത്തേക്ക് എങ്ങോട്ട് പോവും? എയിലോട്ട് പോവും. ഇവിടെ എയിലാണ് ആ ഉന്തുന്ന ആളുള്ളത്.
അങ്ങനെ തിരിച്ച് എയിലെത്തുമ്പോൾ വീണ്ടും അയാൾ നമുക്കൊന്ന് പുഷ് ചെയ്ത് തരും. ആ പുഷ് കൊണ്ട് വീണ്ടും എയിൽ നിന്ന് നേരെ നമ്മൾ ബിയിലോട്ട് വരും, ബി നമ്മൾ നേരെ ഡിയിലോട്ട് വരും. ഫിഗർ മാറണേ. ഇവിടെ ABD ആണുള്ളത്, ഇവിടെ ബി ആണ് ഇക്വിലിബ്രിയം പൊസിഷൻ, എന്നാൽ ഈ ഫിഗറിൽ O ആണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇപ്പൊ എന്റെ മക്കൾക്ക് മനസ്സിലായി എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ? മനസ്സിലായില്ലേ? ഒരു ഊഞ്ഞാല് അല്ലെങ്കിൽ ഒരു വസ്തു ചലിക്കാതിരിക്കുമ്പോൾ അതിന്റെ പൊസിഷനെ വിളിക്കുന്ന പേരാണ് തുലന സ്ഥാനം അഥവാ ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്ന വസ്തു ഇടത്തോട്ടോ അല്ലെങ്കിൽ മുന്നോട്ടോ, അവിടെ നിന്ന് തിരിച്ച് ബാക്കോട്ടേക്കോ, ബാക്കിൽ നിന്ന് തിരിച്ച് മുന്നോട്ടേക്കോ പോകുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? നമ്മളുടെ ഓസിലേഷൻ എന്ന് പറയാ. ഒന്ന് നോക്കടാ, സെറ്റ് അല്ലേ? ഓസിലേഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് എ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ചെയ്ത് ചോദിക്കുക. ഒരു ഡൗട്ടും വിചാരിക്കേണ്ട, കാര്യങ്ങൾ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ക്ലിയർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ആണല്ലോ? ഓസിലേഷൻ ക്ലിയർ അല്ലേടാ? അതിന്റെ മലയാളം ദോലനം നിങ്ങൾക്ക് ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ആംപ്ലിറ്റ്യൂഡ് ക്ലിയർ അല്ലേ? ആ വരച്ച ചിത്രം ഞാൻ ഒന്നുകൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇതാ, നമുക്ക് അല്ലെങ്കിൽ ആ ഫിഗർ തന്നെ എടുക്കാം. നോക്കടാ, ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് പഠിപ്പിച്ചു തരാം. വീണ്ടും നോക്ക്, ഇതല്ലേ നമ്മളുടെ മീൻ പൊസിഷൻ അഥവാ തുലന സ്ഥാനം അഥവാ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്ന പോയിന്റ്. ഇതല്ലേ ഞാൻ ഈ സാറി ഇൻഡു മാർക്ക് ചെയ്ത ഈ O അല്ലടാ? ഈ ഓയിൽ നിന്ന് നോക്കടാ, ഈ ബിയിലോട്ട് ഊഞ്ഞാല് പോയി എന്ന് പറഞ്ഞാൽ ആ ഊഞ്ഞാലിന് പോവാൻ പറ്റുന്ന മാക്സിമം ദൂരത്തിലേക്കല്ലേ അത് പോയത്? അല്ലേ? മാക്സിമം ഡിസ്റ്റൻസിലോട്ടല്ലേ പോയത്? ഈ ഫിഗർ നോക്കിയാൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിക്കോളൂ, എന്താ? ഇതാണ് നമ്മളുടെ ബി ആണ് നമ്മളുടെ എന്ത് എന്ന് പറയുന്നത്? മീൻ പൊസിഷൻ. പോട്ടെ, ഇക്വിലിബ്രിയം പൊസിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബി ശ്രദ്ധിക്കണേ മക്കളെ, ഇവിടെ ബി ആണ്, ഫിഗർ മാറി, അതുകൊണ്ടാ. ഈ ബി എന്ന് പറയുന്ന ഫിഗറിൽ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഇത് ബി ആണല്ലോ? ആണ്. ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്ന ഊഞ്ഞാല് തള്ളിയിട്ടോ എന്തോ ആയിക്കോട്ടെ, അത് എങ്ങോട്ട് പോയി? അതിന് മാക്സിമം എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം പോയി. അങ്ങനെയാണ് അത് ഡിയിലെത്തിയത്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും അതിന് മാക്സിമം ദൂരത്തേക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ പറയുന്ന വാക്കാണ് എന്ത് എന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണോ? ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താ പറഞ്ഞത്? ഒരു വസ്തു ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിനുണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതിനുണ്ടായ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അത് സഞ്ചരിച്ച മാക്സിമം ദൂരം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. ആ ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തായിട്ട് കാണിച്ചത്? എ ആയിട്ട്. ഇവിടെ ഈ ഫിഗറിൽ എ ആയിട്ട് കാണിച്ചത്. അപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ടാ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. മനസ്സിലായോടാ? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ആ വസ്തുവിന്റെ ഒരു സൈഡിലോട്ടുള്ള മാക്സിമം ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. അഥവാ നമ്മൾ അതിനെ മലയാളത്തിൽ എന്താ മക്കളെ പറയാ? ആയതി എന്നാ പറയാ. സാർ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. മലയാളം മീഡിയക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. നോക്കടാ, ഹൈലൈറ്റ് ചെയ്ത് തരാം. നോക്കി ഇതാണ് നമ്മളുടെ വരിക. ഇതാ കണ്ടോ? ക്ലിയർ അല്ലേ? ഈ റൗണ്ടിൽ കളർ ചെയ്ത ഭാഗം ആയതി കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് വായിച്ചടാ. എന്താ ആയതി എന്ന് പറഞ്ഞ? തുലന സ്ഥാനത്ത് നിന്നും. തുലന സ്ഥാനം ഞാൻ പറയണ്ടല്ലോ, നമ്മളുടെ ഇക്വിലിബ്രിയം ആണിത് അല്ലെ? ഇക്വിലിബ്രിയം പൊസിഷന് വേറൊരു പേരാണ് എന്ത്? തുലന സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ തുലന സ്ഥാനത്ത് നിന്നും ഓക്കെ ആണ്. എന്താണ്? ഒരു വശത്തേക്കുള്ള ഏതെങ്കിലും ഒരു സൈഡ്, വശം എന്ന് പറഞ്ഞാൽ സൈഡാണ്, ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തെ മലയാളത്തില് ഡിസ്റ്റൻസിന് എന്ത് പറയും? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന പേരാണ് എന്ത്? സ്ഥാനാന്തരം. കൺഫ്യൂഷൻ വേണ്ട, മാക്സിമം ദൂരം നിങ്ങൾ മനസ്സിലാക്കിക്കോ. സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു ദൂരമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താടാ? തുലന സ്ഥാനത്ത് നിന്നും ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു സൈഡിലോട്ടുള്ള മാക്സിമം ദൂരത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ എന്ത് പറയും? ആയതി എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇത് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിസിക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? സിമ്പൽ വേണം. നോക്കിക്കേ, ഇതാണ് എന്താ? സ്മോൾ ലെറ്റർ എ. കണ്ടോ? സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഫിസിക്സിൽ കാണിക്കുന്നത് എന്തിനെയാണ്? ആംപ്ലിറ്റ്യൂഡിനെയാണ്. അതുകൊണ്ടാണ് സാറിതാ ഈ ഫിഗറിൽ കണ്ടോ 1.1 എ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി മക്കൾക്ക് അറിയാലോ, എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും അല്ലെ, 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഈ ബി എന്ന് പറയുന്ന മാക്സിമം പൊസിഷനിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ആംപ്ലിറ്റ്യൂഡ്, ആയതി എന്നൊക്കെ പറയാ. അതിനെ നമ്മൾ കാണിക്കുന്ന സിമ്പലാണ് മക്കളെ എന്ത് എന്നുള്ളത്? എ. ക്ലിയർ ആണോ?
ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ പറയടാ ഒരു സൈഡിലോട്ട് മാത്രമേ മാക്സിമം ദൂരം ഉണ്ടാവുള്ളൂ. അല്ല, അത് നേരെ ബാക്കോട്ടേക്കും അല്ലെ ലെഫ്റ്റിലോട്ടും മാക്സിമം ഡിസ്റ്റൻസ് പോകില്ലേ? ഒരു ഊഞ്ഞാൽ ആടി വരുമ്പോൾ മുന്നോട്ടും മാക്സിമം പോവും, അതേപോലെ ബാക്കോട്ടും മാക്സിമം പോവും. ക്ലിയർ അല്ലേ? അപ്പൊ ബാക്കോട്ടേക്കും എന്തുണ്ടാവും? മാക്സിമം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അപ്പൊ അതും എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. എങ്കിൽ ഇപ്പോ എൻ്റെ കുട്ടികൾ പറഞ്ഞു തരണം. നോക്കിക്കോടാ, ഒരു ഊഞ്ഞാൽ ഇതാ വിടുന്നതാ ഈ എ എന്ന് പറയുന്ന പൊസിഷൻ. ഓക്കെ അല്ലേ? ഈ എ എന്ന് പറയുന്ന പൊസിഷനിൽ എന്ത് ചെയ്തു? ഊഞ്ഞാലുണ്ട്. അവിടെ നിന്ന് നേരെ വന്നു ബി എന്ന് പറയുന്ന പൊസിഷനിലെത്തി. ക്ലിയർ അല്ലേ? അതിന്റെ നടുവിൽ ഇതാ ഇവിടെ ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നതെന്ന് കരുതിക്കോ. ഇതാ ഫിഗർ നോക്കൂ, ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇതാ ഈ കൊടുത്തിരിക്കുന്ന ഭാഗത്തിലാണ് നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ ആയിട്ടുള്ള ഓ വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ പറയടാ, ഒരു തവണ ഊഞ്ഞാൽ ആടുമ്പോൾ എവിടെ നിന്ന് എവിടെയൊക്കെ പോയി വരും? നിങ്ങൾ പറ. എയിൽ നിന്നാണ് തുടങ്ങിയെന്ന് വിചാരിച്ചോ അല്ലേ? എയിൽ നിന്ന് തുടങ്ങി ഒരു തവണ അത് 0യിൽ വരും. ക്ലിയർ അല്ലേ? അല്ലടാ. അപ്പൊ നോക്കടാ, അതൊരു എ അല്ലടാ. 0 മുതൽ എ വരെയുള്ള ദൂരം അല്ലടാ എ. അപ്പൊ എ എന്ന് 0 വരെ എന്ന് പറഞ്ഞാൽ എ അല്ലേ? അങ്ങനെ 0യിൽ നിന്ന് നേരെ അത് എവിടെ എത്തിയടാ? ബിയിലെത്തി. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? അപ്പൊ അവിടെയും ഒരു ആംപ്ലിറ്റ്യൂഡ് ഇല്ലേ? 0യിൽ നിന്ന് എയിലേക്കും ഒരു ആംപ്ലിറ്റ്യൂഡ് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു ആംപ്ലിറ്റ്യൂഡ് ഇല്ലേ? ഇനി ഊഞ്ഞാല ബിയിൽ നിൽക്കുകയാണോ ചെയ്യുക? അല്ല. നോക്കിയേ, ബിയിൽ നിന്ന് നേരെ അത് 0യിലോട്ട് ആണോ? ആ 0യിൽ നിന്ന് നേരെ അത് തിരിച്ച് എവിടേക്ക്? നമ്മളുടെ എയിലോട്ട്. അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എയിൽ നിന്ന് ബിയിൽ പോയി ബിയിൽ നിന്ന് തിരിച്ച് എയിൽ വരുമ്പോൾ അല്ലേ മക്കളെ അത് ഒരു ഓസിലേഷൻ എന്ന് പറയാ? അതെ. ഓസിലേഷൻ എന്താന്ന് മനസ്സിലായല്ലോ? ആ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷനാ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മോഷൻ. അപ്പൊ ഇവിടെ എയിൽ നിന്ന് ഒരു തവണ പോയി അത് ബിയിലെത്തി, തിരിച്ച് ബിയിൽ നിന്ന് തിരിച്ച് അത് എയിലെത്തുമ്പോൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഒരു ഓസിലേഷൻ എന്ന് പറയാ. റെഡി അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ എനിക്ക് ഇപ്പൊ പറഞ്ഞു തരണേ, ഒരു ഓസിലേഷനിൽ എത്ര ആംപ്ലിറ്റ്യൂഡ് കാണും? പറഞ്ഞേ ആലോചിച്ച് പറഞ്ഞേ. ഈ ഫിഗർ ഞാൻ മായ്ച്ചു കളയാണ്, ബാക്കത്തെ ഫിഗറിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എന്നെ ആലോചിച്ച് പറഞ്ഞോ, ഒക്കെ ക്ലിയർ ചെയ്തെന്നാണ്. എങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം പറയാണ്. പറഞ്ഞേ, ഒരു ഓസിലേഷനിൽ എത്ര ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും? ഇവിടെ ഞാൻ റെഡ് കളർ കൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യാം. നോക്കിക്കോ, എയിൽ നിന്ന് തുടങ്ങുമ്പോൾ 0 വരെ ഒരു ആംപ്ലിറ്റ്യൂഡ് അല്ലെ? 0യിൽ നിന്ന് ബിയിൽ എത്തുമ്പോൾ അവിടെയും ഒരു ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എ നിന്ന് ബി വരെ പോകാൻ തന്നെ ഒരു ആംപ്ലിറ്റ്യൂഡ് ആയേ, അല്ല സോറി 2 ആംപ്ലിറ്റ്യൂഡ് ആയേ. ക്ലിയർ അല്ലേ? ഇനിയോ കഴിഞ്ഞോ? ഇല്ല. ബിയിൽ നിന്ന് എവിടെ എത്തി? 0യിൽ എത്തി. അപ്പൊ വീണ്ടും ഒരു ആംപ്ലിറ്റ്യൂഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 0യിൽ നിന്ന് എയിൽ എത്താൻ എത്ര? വീണ്ടും ഒരു ആംപ്ലിറ്റ്യൂഡ്. അതായത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ക്ലിയർ ആവുന്നുണ്ടല്ലോ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ 4 ആംപ്ലിറ്റ്യൂഡ് അല്ലേ കംപ്ലീറ്റ് ആവുന്നത്? ആണ് മക്കളെ. ക്ലിയർ അല്ലേ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ 4 ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുന്നുണ്ട്. മക്കൾ പഠിച്ചു വെക്കണം, മറന്നു പോരുത്. ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ 4 ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ അല്ലേ? എയിൽ നിന്ന് 0 വരെ ഒരു ആംപ്ലിറ്റ്യൂഡ്, ഒരു ഡിസ്റ്റൻസ്. 0 നിന്ന് ബി വരെ ഒരു ഡിസ്റ്റൻസ്. ബിയിൽ നിന്ന് തിരിച്ച് 0യിലേക്ക് ഒരു ഡിസ്റ്റൻസ്. 0യിൽ നിന്ന് തിരിച്ച് എയിലേക്ക് ഒരു ഡിസ്റ്റൻസ്. അപ്പൊ എത്ര തവണ? 4 ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആംപ്ലിറ്റ്യൂഡ് സെറ്റ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ അതിന് എന്തിലാ പറയുക? ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് ആണ് മക്കളെ മീറ്റർ എന്ന് പറയുന്നത്. 10 ആംപ്ലിറ്റ്യൂഡ് 10 എന്ന് പറഞ്ഞാൽ എന്താ? വെറും 10 അല്ല, 10 മീറ്റർ, 2 മീറ്റർ, 1 മീറ്റർ, 0.5 മീറ്റർ, ഇങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് പറയുക. ഓക്കെ അല്ലേ? ഇപ്പൊ നോക്കടാ, ഈ ഊഞ്ഞാൽ ആടിയതാ നമ്മളുടെ ഈ 0യിൽ നിന്ന് ഈ ബി വരെ വരാൻ 2 മീറ്റർ ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? വെറുതെ പറയാ, ഒരു 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ എന്ന് കൂട്ടിക്കോ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 1 മീറ്റർ. തിരിച്ച് ഇങ്ങോട്ടേക്കും 1 മീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാടാ? 1 മീറ്റർ. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ? മാക്സിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. മലയാളത്തിലൊന്ന് പറഞ്ഞേ, തുലന സ്ഥാനത്ത് നിന്ന് ഏറ്റവും ദൂരത്തുള്ള ഡിസ്റ്റൻസ് അല്ലെ ഏറ്റവും മാക്സിമം ഉള്ള പരമാവധി സ്ഥാനാന്തരത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ എന്താ? വേഗം പറഞ്ഞേ. സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ. ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ എന്താണ്? സ്മോൾ ലെറ്റർ എ ആണ്. ക്ലിയർ? അതേപോലെ തന്നെ എന്താ യൂണിറ്റ്? എന്താ? ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? മീറ്റർ.
ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യം പഠിക്കാനുണ്ട്. അതിനു മുന്നേ ഒരു ചോദ്യം സാറ് ചോദിക്കട്ടെ. ഈ ഫിഗർ നമുക്ക് വീണ്ടും വരികയാണ്, ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ തന്നെ നോക്കുക. ഓക്കെ, എന്താ നമ്മൾ വീണ്ടും നമ്മൾ ആ എക്സാമ്പിൾ പറയാണ്. നമ്മുടെ ഊഞ്ഞാലാണ്. ഓക്കെ, ആ ഊഞ്ഞാൽ ഇപ്പോൾ ഏത് പൊസിഷനിലാണുള്ളത്? ഇക്വിലിബ്രിയം പൊസിഷൻ. ആടുന്നുണ്ടോ? ഇല്ല. സോ ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മൾ തൽക്കാലം എന്താക്കി എടുത്തു? 0. അങ്ങനെ അതെന്ത് ചെയ്തു? നേരെ ബാക്കോട്ടേക്ക് വന്നു. ആ പൊസിഷനാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ എ എന്ന് പറയുന്ന പൊസിഷൻ. അവിടെ നിന്ന് നേരെ 0 കഴിഞ്ഞ് പിന്നെ മുന്നോട്ടാടി ഇവിടെ എത്തുമ്പോൾ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്ന പൊസിഷൻ. സെറ്റ് അല്ലേ? ക്ലിയർ ആണല്ലോ? ആണ്. അങ്ങനെ എയിൽ നിന്ന് നേരെ ഞാൻ കളറൊന്ന് മാറ്റി കാണിച്ചു തരാം, നോക്കിക്കോളൂ. ദാ എയിൽ നിന്ന് നേരെ എവിടേക്ക്? 0യിലേക്ക്. 0 നേരെ എങ്ങോട്ട്? ബിയിലോട്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? അതേപോലെ നേരെ ബിയിൽ നിന്ന് 0യിലോട്ട്, 0യിൽ നിന്ന് നേരെ എയിലോട്ട്. ഇപ്പോഴല്ലേടാ ഒരു ഓസിലേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയത്? ആണോ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയത് ഇപ്പോഴല്ലേ? എവിടെ നിന്നാണോ തുടങ്ങിയത് തിരിച്ച് അവിടേക്ക് എത്തുമ്പോഴാണ് എന്താവുക? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുക. അതായത് 4 ആംപ്ലിറ്റ്യൂഡ് ആയി എന്ന് പറയുക. ക്ലിയർ ആണ്? നേരത്തെ പറഞ്ഞ പോയിന്റ് റിപ്പീറ്റ് ചെയ്താണ്. അപ്പൊ നമുക്കിനി പഠിക്കാനുള്ള പോയിന്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡ് നോക്കടാ. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ നടക്കാൻ എത്ര സമയം വേണം? അതിനെയാണ് എന്ത് പറയാ? ടൈം പീരീഡ് എന്ന് പറയാ. ഒരു ഓസിലേഷൻ നടക്കാൻ എത്ര സമയം വേണം? അതിനെയാണ് എന്ത് പറയാ? ടൈം പീരീഡ് എന്ന് പറയാ. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ടൈം പീരീഡ്? എന്താ? ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. നോക്കിക്കോ, ഇതാ ഞാൻ തന്നെ പറഞ്ഞു തരാം. നോക്കടാ, ഇവിടെ എയിൽ നിന്ന് 0യിലോട്ട് പോയി ബിയിലോട്ട് പോയി. ഒരു ഓസിലേഷൻ ആയോ? ഒരു ഓസിലേഷൻ ആയോ? ഇല്ല. പറഞ്ഞതാണേ സാറ്, എവിടെ നിന്നാണോ തുടങ്ങിയത് തിരിച്ച് അവിടെ വരുമ്പോഴല്ലേ ഓസിലേഷൻ ആവുക. അപ്പൊ എന്ന് തുടങ്ങി ബിയിലെത്തിയാൽ ഒരു ഓസിലേഷൻ അല്ല, പകുതി ആയിട്ടേ ഉള്ളൂ. പകുതിയെ കുട്ടി ആടിയിട്ടുള്ളൂ. തിരിച്ച് എന്ത് ചെയ്യണം? തിരിച്ച് ബാക്കോട്ടേക്ക് ഊഞ്ഞാൽ വരുമ്പോഴല്ലേ ഒരാട്ടം കംപ്ലീറ്റ് ആവുക, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. ആണോ? ഒരു ദോലനം കംപ്ലീറ്റ് ആവുക. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു ദോലനം കംപ്ലീറ്റ് ആവാൻ ഇവിടെ ഇപ്പൊ കുട്ടി എയിൽ നിന്ന് തുടങ്ങിയിട്ട് ബി പോയി തിരിച്ച് എയിൽ തിരിച്ചു വരാൻ ആ കുട്ടി എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ? 10 സെക്കൻഡ് സമയം എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ? ചുമ്മാന്ന് വിചാരിച്ചോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ പറയടാ, ഇവിടെ ഈ കുട്ടിയുടെ ഓസിലേഷൻ, ഈ കുട്ടി ആടാൻ വേണ്ടി ഒരാട്ടം ഒന്നിട്ടോ ഒറ്റ ആട്ടം ഒന്ന് അവിടെ പോയി തിരിച്ചു വരാൻ, അതിനു വേണ്ടി എടുത്ത സമയം എത്രയാ? 10 സെക്കൻഡ് അല്ലേ? അതായത് ഒരു ഓസിലേഷൻ എത്ര സമയം കൊണ്ടാണോ നടക്കുന്നത് ആ സമയത്തിന് പറയുന്ന പേരാണ് എന്ത്? ടൈം പീരീഡ്. ക്ലിയർ ആണോ? മലയാളത്തിലും സെയിം ആണ്. ഒന്ന് വായിച്ചു തരാം. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ, ക്ലിയർ അല്ലേ? ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പറയുന്ന പേരാണ് എന്ത്? എന്താടാ പറയാ? ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് എന്നാണ് പറയാ. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. കിട്ടിയോ മക്കളെ? ഒന്നുമില്ലടാ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നോ ആ സമയത്തിന് വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. അത് എത്ര വേണമെങ്കിലും ആവാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസിൽ 10 സെക്കൻഡാണ് എടുത്തത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാ വേറൊരാളായിക്കോട്ടെ. ക്ലിയർ അല്ലേ? വേറൊരു കുട്ടി എന്ത് ചെയ്യുന്നു? ഈ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് നമുക്ക് വേറൊരു കളർ എടുക്കാം അല്ലെ, ഗ്രീൻ ആയിക്കോട്ടെ. വേറെ രണ്ടാമത്തെ ആൾ അല്ലെ, ഈ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് നേരെ ആടി ബിയിലെത്തി. ക്ലിയർ അല്ലേ? ബിന്ന് നേരെ തിരിച്ചു വന്ന് എയിലെത്തി. അപ്പോഴല്ലേ അയാൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക, മീൻസ് ഒരു റൗണ്ട് അല്ല, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ആണോ? അതിനുവേണ്ടി കുട്ടി 5 സെക്കൻഡ് എടുത്തുള്ളൂ. ഭയങ്കര സ്പീഡിൽ അവൻ ആടി, മറ്റവൻ ആടിയേക്കാൾ വളരെ സ്പീഡിൽ ആടി. അങ്ങനെയാണെങ്കിൽ പറയടാ, ഇവിടെ നമ്മൾ രണ്ടാമത് വന്ന കുട്ടിയുടെ ഓസിലേഷൻ പോട്ടെ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര എടുത്തു? 5 സെക്കൻഡ് അല്ലേ എടുത്തത്? ആണോ? അങ്ങനെയാണെങ്കിൽ അവന്റെ ടൈം പീരീഡ് എത്രയാ? 5 ആണ്. മനസ്സിലായോ? ടൈം പീരീഡിനെ നമ്മൾ ക്യാപിറ്റൽ ടി കൊണ്ടാട്ടോ കാണിക്കുക. അപ്പൊ ടൈം പീരീഡ് എത്രയാന്ന് പറയാം നമുക്ക്? 5 സെക്കൻഡ്. റെഡിയാണോ? ഒറ്റ തവണ കൂടി സാർ എക്സാമ്പിൾ കാണിക്കേ, ഇനി കാണിക്കില്ല. ഓക്കെ, ഒന്നുകൂടി വീണ്ടും കാണിക്കുകയാണ്, കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ. നമ്മളുടെ മെയിൻ പൊസിഷനിൽ എടുത്തു, അവിടുന്ന് നേരെ ബാക്കോട്ടേക്ക് വന്നു, അതാണ് എ എന്ന് പറയുന്ന പൊസിഷൻ. അവിടുന്ന് നേരെ മുന്നോട്ടേക്ക് ആടി, അതാണ് ബി എന്ന് പറയുന്ന പൊസിഷൻ. ഇനി നമ്മൾ ഓരോരുത്തരും ആടാൻ വേണ്ടി പോവാണ്. വീണ്ടും ഇതാ ആദ്യത്തെ ആള് വന്നു. ഓക്കെ അല്ലേ? ആദ്യത്തെ ആള് വന്നിട്ട് എന്ത് ചെയ്തു? എയിൽ നിന്ന് ഊഞ്ഞാലാടി. 0 ആയിട്ടുണ്ടാവുക. 0 ആദ്യം എയിലോട്ട് പോകണം, അത് നമ്മൾ കണക്കിലെടുക്കണ്ട. സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കിയാൽ മതി. എയിൽ നിന്ന് നേരെ എങ്ങോട്ട് വന്നു? ബിയിലോട്ട് വന്നു. ബിന്ന് തിരിച്ച് നേരെ എങ്ങോട്ട് വന്നു? എയിലോട്ട് എത്തി. അപ്പോഴല്ലേ നമ്മൾ പറയാ അവിടെ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കഴിഞ്ഞു എന്ന് പറയാ. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കുട്ടി 5 സെക്കൻഡ് സമയം എടുത്ത്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടൈം പീരീഡ് എത്ര വെച്ച് എന്താ പറയാ? T is equal to
5 സെക്കൻഡ് അല്ലെ 5 സെക്കൻഡ്. എന്താ ടൈം പീരീഡ്? എനിക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞെന്നേ, എന്താ ടൈം പീരീഡ്? ഒന്നുമില്ല സാറേ, എന്താ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയത്തിന് പറയുന്ന പേരാണ് എന്ത്? ടൈം പീരീഡ്. മലയാളത്തിൽ പറഞ്ഞാൽ എന്താ പറയാ? ഒരു ദോലനം. ഓസിലേഷന്റെ മലയാളം ദോലനമാണ്. ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നോ അതിനെ പറയുന്ന പേരാണ് എന്ത്? പീരീഡ് അഥവാ ടൈം പീരീഡ് എന്നാ പറയാ. ടൈം പീരീഡിനെ കാണിക്കുന്ന സിമ്പൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ടൈം പീരീഡിന്റെ സിമ്പലാണ് ക്യാപിറ്റൽ ടി. സെറ്റ് അല്ലടാ? ഉറപ്പാണോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? ഓസിലേഷൻ പഠിച്ചു അല്ലേ? അതെ, ദോലനം പഠിച്ചു, പിന്നെ ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു, അതിന്റെ സിമ്പൽ പഠിച്ചു, അതിന്റെ യൂണിറ്റ് പഠിച്ചു, പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ടൈം പീരീഡ് പഠിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങള്? ഓസിലേഷൻ പഠിക്കണം, ആംപ്ലിറ്റ്യൂഡ് പഠിക്കണം, ടൈം പീരീഡ് പഠിക്കണം. ഇനി ഒന്നുകൂടി പഠിക്കണം, അതും കൂടി നമുക്ക് ഇന്ന് മതി. എന്താണ്? ഫ്രീക്വൻസി. ക്ലിയർ അല്ലേ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? മാറിപ്പോരുതേ. ടൈം പീരീഡ് പഠിക്കുമ്പോൾ ഫ്രീക്വൻസിയും ടൈം പീരീഡും അങ്ങോട്ടും മാറിപ്പോവും. ആദ്യം ടൈം പീരീഡ് പഠിച്ചതാ. എന്താ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണോ? ഒരു സെക്കൻഡിൽ, ക്ലിയർ അല്ലേ? ഒരു സെക്കൻഡിൽ ഒരു സാധനം, ഇപ്പൊ നോക്ക്, ഇവിടെ നോക്കിക്കോ, ഇവിടേക്ക് തന്നെ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഒരു സെക്കൻഡിൽ, ഒരു സെക്കൻഡ് സമയമുള്ളൂ ഇവിടെ. ക്ലിയർ അല്ലേ? ഒരു സെക്കൻഡിൽ സമയത്തിൽ ഒരാൾ അവിടെ പോയി തിരിച്ചു വന്ന്, അവിടെ പോയി തിരിച്ചു വന്ന്, അവിടെ പോയി തിരിച്ചു വന്ന് 3 തവണ ചെയ്തു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ നടന്ന ഓസിലേഷനുകളുടെ എണ്ണത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയും. ഒരു സെക്കൻഡ് സമയത്തിൽ ഉണ്ടായ ദോലനങ്ങളുടെ എണ്ണം. ഒന്നുകൂടെ നോക്കിക്കോ, ദാ 2 സെക്കൻഡ്, നമുക്ക് ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് എടുക്കുകയാണേ. ആ ഒരു സെക്കൻഡിൽ ഒരാൾ എന്ത് ചെയ്തു? എന്ന് ബിയിലോട്ടും പോയി, ബി നേലോട്ടും വന്നു. വീണ്ടും എന്ന് ബിയിലോട്ടും പോയി, ബി എന്ന് വന്നു. ബി എന്ന് ബിയിലോട്ട് പോയി, ബി നേലോട്ട് വന്നു. എന്ന് ബിയിലോട്ട് പോയി, ബി നേലോട്ട് വന്നു. എത്ര തവണ പോയി വന്നടാ ഒരു സെക്കൻഡിൽ? 4 തവണ. അപ്പൊ അവിടുത്തെ ഫ്രീക്വൻസി എത്രയാ? 4. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഒരു സെക്കൻഡിൽ ഉണ്ടായ ഓസിലേഷന്റെ എണ്ണം. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. അല്ലടാ, നോക്കടാ. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? ഒരു തവണ പോയി തിരിച്ചു വരാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. എന്നാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡ് സമയത്തിൽ എത്ര തവണ പോയി വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ. നിങ്ങൾ ആലോചിക്കുന്ന വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ ഒരു സെക്കൻഡിൽ 50ഉം 100ഉം ഒക്കെ മൂവ് ചെയ്യും, ഓസിലേഷൻസ് ഉണ്ടാക്കും. സോ ആലോചിച്ച് നോക്കണം അല്ലേ? ഒരു സെക്കൻഡിൽ 100 തവണ അത് പോയി തിരിച്ചു വരിക ഓസിലേഷൻസ്. അപ്പൊ അത്രയും സ്പീഡിലായിരിക്കും അത് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ആവൃത്തി എന്ന് പറഞ്ഞേ? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തിനെയാണ് എന്ത് പറയുക? ആവൃത്തി എന്ന് പറയുക. റെഡിയല്ലേ? ദ നമ്പർ ഓഫ് വൈബ്രേഷൻ, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. റെഡിയാണ്? ഇന്ന് അധികം ഒന്നും എടുത്തിട്ടില്ല, സ്റ്റാർട്ടിംഗ് ക്ലാസ് ആണ്. കൃത്യമായി വീഡിയോ വീണ്ടും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് തവണ ഞാൻ തന്നെ ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ ആദ്യത്തെ ക്ലാസ് ആണ്. അത് തന്നെ ബേസ് ആണ്. ബേസ് ഉണ്ടാക്കിയാലേ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് എത്ര വലിയ ബിൽഡിംഗ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അല്ലേ? ആണല്ലോ. മുകളിൽ നല്ലല്ലോ നമ്മൾ ബിൽഡ് ചെയ്യുക, ഏറ്റവും താഴെ നല്ല കെട്ടിപ്പൊക്കുക. എന്താണെങ്കിലും നമ്മൾ എന്ത് ബിൽഡിംഗ് ആണെങ്കിലും ആദ്യം തറയുണ്ടാക്കുക. അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് ബേസ് പെർഫെക്റ്റ് ആയാലേ എല്ലാത്തിനും ഉറപ്പുണ്ടാവും. ആ ബേസ് ആണ് നമ്മൾ ഇന്ന് എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിരുന്നു വിചാരിക്കുന്നു. കുറച്ച് ഇക്വേഷനുകൾ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തതാ. പഠിക്കേണ്ട, അടുത്ത ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് പഠിക്കും. അപ്പോ മറക്കണ്ട. താങ്ക് യു. ക്ലാസ് കേട്ടിരുന്നതിന്. പഠിച്ചോളുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളുക. ഞങ്ങളുണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. താങ്ക് യു ഓൾ.